ബിനോയ് വിശ്വം കുറച്ചുളുപ്പ് വേണം. കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന പല നേതാക്കളിൽ കുറേ മാന്യനാണ് താങ്കൾ. അതുകൊണ്ടുള്ള റെസ്പെക്റ്റും താങ്കൾക്ക് തരണം, അർഹിക്കുന്നുണ്ട്. പക്ഷെ താങ്കളുടെ ചില സമയത്തെ പ്രസ്താവനകൾ യാതൊരു ലക്ഷ്യബോധവും ഡേറ്റയും ഇല്ലാതെയാണ് പറയുന്നത്. താങ്കൾ ഇന്നലെ പറഞ്ഞു തിരുവനന്തപുരത്തിൻ്റെ തിളക്കം ഇടതുപക്ഷത്തിന് അവകാശപ്പെട്ടതാണെന്ന്. തിരുവനന്തപുരത്തിൻ്റെ തിളക്കം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അവകാശപ്പെട്ടതല്ല മിസ്റ്റർ ബിനോയ് വിശ്വം സാർ. കവടിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്വാമി വിവേകാനന്ദൻ്റെ ഒരു പ്രതിമയുണ്ട്. അത് കഴിഞ്ഞൊരു കൊട്ടാരമുണ്ട്, തിരുവിതാംകൂർ രാജകുടുംബം. ആ രാജകുടുംബത്തിന് അവകാശപ്പെട്ടതാണ് തിരുവനന്തപുരത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളും. നമുക്കൊന്ന് എണ്ണിയെടുത്താലോ? തിരുവനന്തപുരത്ത് പൈപ്പ് ലൈൻ കൊണ്ടുവന്നതാരാ? തിരുവിതാംകൂർ രാജകുടുംബം. യൂണിവേഴ്സിറ്റി കോളേജ് തുടങ്ങിയതാരാ? ആർട്സ് കോളേജ് തുടങ്ങിയതാരാ? സംസ്കൃത കോളേജ് തുടങ്ങിയതാരാ? വിമൻസ് കോളേജ് തുടങ്ങിയതാരാ? മെഡിക്കൽ കോളേജ് തുടങ്ങിയതാരാ? എല്ലാം തുടങ്ങിയതാരാ? രാജകൊട്ടാരത്തിൻ്റെ കാലത്ത്. തൈക്കാട് ഹോസ്പിറ്റൽ തുടങ്ങിയതാരാ? ജനറൽ ഹോസ്പിറ്റൽ തുടങ്ങിയതാരാ? താലൂക്ക് ആശുപത്രി തുടങ്ങിയതാരാ? എല്ലാം രാജാവിൻ്റെ കാലത്ത്. അച്യുതമേനോൻ്റെ കാലത്ത് തുടങ്ങിയ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഉണ്ട്. യാതൊരു പ്രയോജനവും ഈ സമൂഹത്തിന് ഇതുവരെ ഇല്ല. പിന്നെ TBGRI, രാജീവ് ഗാന്ധി സെൻറ്റർ തുടങ്ങിയത് കരുണാകരൻ്റെ കാലത്ത്. റീജിയണൽ ക്യാൻസർ സെൻറ്റർ തുടങ്ങിയത് കരുണാകരൻ്റെ കാലത്ത്. എന്താണ് ഇടതുപക്ഷം തുടങ്ങിയെന്ന് അവകാശപ്പെടുന്നത് തിരുവനന്തപുരത്ത്? മെട്രോ റെയിൽ വരുമെന്ന് പറഞ്ഞു, എല്ലാ കാലത്തും പറഞ്ഞു പറ്റിച്ചു ജനങ്ങളെ. മെട്രോ റെയിൽ വന്നോ? മോണോ റെയിൽ വരുമെന്ന് പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ അഹങ്കരിക്കരുത്. വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ കുറേ പങ്ക് ഉമ്മൻചാണ്ടിക്കുണ്ട്. പിന്നെ അദാനി വന്നതുകൊണ്ടാണ് അത് നടന്നത്. അദാനിയും മോദിയുമായിട്ടുള്ള ബന്ധം താങ്കൾക്ക് മറ്റാരേക്കാളും താങ്കൾക്ക് അറിയാവുന്നതാണ്. ഗുജറാത്തിൽ നിന്ന് വളർന്നു വന്ന മോദിയുടെ ഒരു ശിക്ഷണത്തിലോ അല്ലെങ്കിൽ മോദിയുടെ ഒരു പിതൃത്വത്തിലൊക്കെ വളർന്നു വന്നിട്ടുള്ള വലിയ മുതലാളിയാണ് അദാനി. അതുകൊണ്ടാണ് അദാനിക്കത് കിട്ടിയത്. അത് അദാനി വന്നപ്പോഴാണ് ഇവിടെ ആരും കയറി എതിർക്കാതെ അദ്ദേഹത്തിന് അത് കിട്ടിപ്പോയത്. വിഴിഞ്ഞം നിങ്ങളുടെ കെയർ ഓഫിലൊന്നും എടുക്കരുത്. അതിനൊരുപാട് അച്ഛന്മാരുണ്ട്. പിന്നെ എന്താണ് നിങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്തു എന്ന് പറയുന്നത്? മെഡിക്കൽ കോളേജ് രാജാവ് തുടങ്ങിയ മെഡിക്കൽ കോളേജിന് അനക്സ് കെട്ടിയതോ? അത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ നാളിതുവരെയുള്ള കോളേജിൻ്റെ കെട്ടിടങ്ങൾ പുതുക്കാത്തതോ? സംഗീത കോളേജ് ആരാ തുടങ്ങിയത്? രാജാവിൻ്റെ കാലത്ത്. ഞാൻ ഓർത്തോർത്ത് പറയുകയാണ്. BEd കോളേജ് രാജാവിൻ്റെ കാലത്ത്. മോഡൽ സ്കൂള് രാജാവിൻ്റെ കാലത്ത്. എല്ലാം രാജാവിൻ്റെ കാലത്താണ് സാറേ. അതുകൊണ്ട് തിരുവനന്തപുരത്തെ ദയവേത് വികസിപ്പിക്കരുത് നിങ്ങൾ. വളരെ ജെൻറ്റിൽമാനായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ ഇവിടെ MP ആയിരുന്നല്ലോ നിങ്ങളുടെ CPIയുടെ. വല്ലതും ചെയ്യാൻ പറ്റുമോ? ശശി തരൂർ എത്ര തവണയായിട്ട് MP ആണ്? വല്ലതും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് തിരുവനന്തപുരത്തിനെ നിങ്ങൾ സുഖിപ്പിച്ച് കുളിപ്പിച്ച് വലിയ നഗരമാക്കി എന്ന് ദയവായി പറയരുത്. അതിൽ കുറച്ച് ഉളുപ്പ് വേണം. അത് ബിനോയ് വിശ്വം ഒരു കാരണവശാലും അത് പറയരുത്. നിങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് മാത്രമല്ല, നിങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയേണ്ടി വരും. ഇവിടെ തുടങ്ങിയ കെൽട്രോണിനെ ആടിമുടി നശിപ്പിക്കുകയാണ് ചെയ്തത്. ട്രേഡ് യൂണിയൻ കളിച്ചും അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞും സർക്കാരിൽ ഡയറക്ടർമാരെ, അവിടെ വരുന്ന ചെയർമാൻമാരെ ഡയറക്ടർമാരെയും കളിച്ചും KPP നമ്പ്യാരെ വെച്ചപ്പോൾ നമ്പ്യാരെ മാറ്റിക്കളിച്ചും പലതരത്തിൽ കളിച്ച് അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പതിനായിരങ്ങളാണ് അവിടെ നിന്ന് ഗൾഫ് രാജ്യത്തിലേക്ക് പോയി പട്ടിണിയും പരിവട്ടവും തൂങ്ങിമരണവും ആത്മഹത്യയൊക്കെ വന്ന് ഇപ്പം കുറച്ച് IT ഒക്കെ കൊണ്ടുവന്ന് കുറച്ച് അവരൊന്ന് പച്ച പിടിച്ച് നിൽക്കുന്നു. അപ്പോഴും കംപ്ലീറ്റ് ബ്രേക്ക് ത്രൂ ആയിട്ടില്ല. ഇപ്പോഴും കുമുലേറ്റീവ് ലോസ് എന്ന് പറയുന്നത് നിൽക്കുന്നേ ഉള്ളൂ. ആനുവൽ ലോസ് ഇല്ല, പക്ഷേ കുമുലേറ്റീവ് ലോസ് അവിടെ കിടപ്പുന്നുള്ളത് കൊണ്ട് അവർക്ക് ശമ്പള പരിഷ്കരണം പോലും സമയത്ത് നടത്തുന്നതിൽ ഫയലിൽ താമസമുണ്ട്. എന്താണ് തിരുവനന്തപുരത്ത് നിങ്ങൾ കൊണ്ടുവന്നൊരു ഫാക്ടറി? VSS നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, അത് കേന്ദ്ര ഗവൺമെൻറ്റിന് അവകാശപ്പെട്ടതാണ്. ISR നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. വിമാനത്താവളം നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. ഇതൊന്നും നിങ്ങൾക്ക് അവകാശപ്പെട്ടില്ല. നിങ്ങളൊന്ന് എണ്ണി പറയൂ. കേരളത്തിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇനി ഐക്യജനാധിപത്യ മുന്നണിയും എടുത്തോളൂ. 50 വർഷമായി 45 വർഷമായി കോർപ്പറേഷൻ ഭരിക്കുകയായിരുന്നു ഒരു പാർട്ടി. അവരും ഒന്നും ചെയ്തില്ല. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഉള്ളതിനെ അങ്ങോട്ട് ശകലം വീതി കൂട്ടി നീളം കൂട്ടി എക്സ്റ്റൻഷൻ ബിൽഡിംഗ് വെച്ച് അങ്ങനെ പോകുന്നല്ലാതെ പുതിയതായ ഒരു 10 പ്രോജക്റ്റ് നിങ്ങൾക്ക് പറയാമോ? 10 പ്രോജക്റ്റ് പറയണം. ഒരു ഡിജിറ്റൽ സർവകലാശാല പറയും.
അങ്ങനെ 2-3 നിങ്ങൾ പറയും. അല്ലാതെ ഒരു 10 എണ്ണി പറയാവോ? ഒരു 10,000 പേർക്ക് തൊഴിൽ കൊടുത്തൊരു സ്ഥാപനം പറയാമോ? ടെക്നോ പാർക്കിനെ കുറിച്ച് പറയുമായിരിക്കും. അത് പറഞ്ഞാൽ പിന്നെ വേറെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ടെക്നോ പാർക്ക് വന്നതും നിന്നതും അതിൻ്റെ കമ്പ്യൂട്ടറിനെ കേരളത്തിൽ അടിച്ച് പൊട്ടിച്ചതും അതിൻ്റെ കഥ പറഞ്ഞാൽ ഒരുപാട് കഥ പറയാനുണ്ട്. അപ്പോൾ എന്താണ് തിരുവനന്തപുരത്തിന് ഇടതു വലതു മുന്നണികൾ BJP ഭരിച്ചില്ല, അതുകൊണ്ടാണ് അവരെ പറയാത്തത്. ഇനിയിപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ BJPയോട് ഇതേ ചോദ്യം ചോദിക്കേണ്ടി വരും. കോർപ്പറേഷൻ ഇപ്പോൾ അവർ ഭരിക്കുകയാണ്, ഇതേ ചോദ്യം ചോദിക്കേണ്ടി വരും. നാളെ BJP സ്റ്റേറ്റിൽ അധികാരത്തിൽ വന്നാൽ അവരോട് ഇതേ ചോദ്യം ചോദിക്കേണ്ടി വരും. ഇപ്പോൾ അവരോട് ചോദിക്കാൻ പറ്റാത്ത അവർ ഭരണത്തിലില്ലായിരുന്നു. ഭരണത്തിൽ വന്ന ഇടത് വലത് മുന്നണികൾ മാറി മാറി വന്നപ്പോൾ എന്താണ് തിരുവനന്തപുരത്തിന് തന്ന വികസനം? അതിലേറ്റവും വലിയ എന്തായാലും കോൺഗ്രസ്സുകാർ വന്ന് ക്ലെയിം ചെയ്യുന്നില്ല UDF ഞങ്ങൾ തിരുവനന്തപുരത്ത് വികസിപ്പിച്ചു. ക്ലെയിം ചെയ്യുന്നത് താങ്കളാണ്. താങ്കൾ ഇനിയും 5 വർഷം വേണമെന്നാണ് പറയുന്നത് വികസിപ്പിക്കാൻ. എന്താണ് വികസിപ്പിക്കുന്നത്? എന്താണ് ഒരു ബ്ലൂ പ്രിൻ്റ്? എന്താണ് ഒരു മാസ്റ്റർ പ്ലാൻ? തിരുവനന്തപുരം നഗരത്തിനും തിരുവനന്തപുരം ജില്ലയ്ക്കുമുള്ള മാസ്റ്റർ പ്ലാൻ എന്താണ്? ഇപ്രാവശ്യം എത്ര ആളുകളാണ് തിരുവനന്തപുരത്ത് CPM-നും ഇടതുപക്ഷത്തിനും ജയിച്ചത് MLA-മാരായിട്ട്? എന്താണ് ജില്ലയ്ക്കുള്ള നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ? എന്താണ് നിങ്ങളുടെ ജില്ലയുടെ ബ്ലൂ പ്രിൻ്റ്? നെടുമങ്ങാട് മണ്ഡലം, നിങ്ങളുടെ മന്ത്രി, നിങ്ങൾ നൂറ്റാണ്ടുകളായി അവിടെ CPI ഭരിക്കുന്നു. എന്താണ് നെടുമങ്ങാടിനുണ്ടായ ബ്ലൂ പ്രിൻ്റ്? നെടുമങ്ങാടിൻ്റെ സമഗ്ര വികസനം എവിടെ? അതുപോലെ തന്നെ വാമനപുരം 50 വർഷമായി CPM-ആണ് ഭരിക്കുന്നത്, നിങ്ങളുടെ സഹ പാർട്ടിയാണ്. എവിടെ അവിടെ വികസനം? നിങ്ങൾ ആളുകളെ പറ്റിക്കരുത്. പാവങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ്. കാരണം ഒരു വരേണ്യ വർഗത്തിൻ്റെ, സമ്പന്ന വർഗത്തിൻ്റെ, ഒരു മധ്യവർഗത്തിൻ്റെ ലോകത്ത് പാവങ്ങളായി കിടക്കുന്ന ആളുകളെ, അടിമകളായി കിടക്കുന്നവർക്ക് വല്ലപ്പോഴും ഒരു പെൻഷൻ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കർഷകത്തിലുള്ള പെൻഷനെന്നും ആ പെൻഷൻ ഈ പെൻഷനെന്ന് നക്കാപ്പിച്ച കൊടുത്തുകൊണ്ട് അവരുടെ യഥാർത്ഥ ക്രിയേറ്റിവിറ്റി പ്രവർത്തിപ്പിക്കാനോ അവർക്കൊരു തൊഴിൽ കിട്ടാനുള്ള അവസരം ഉയർത്തിക്കൊണ്ടുവരാനോ നല്ല ഉന്നതമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരാനോ മനോഹരമായ ഒരു ഉന്നതമായിട്ടുള്ള ഒരു പിന്നെ ആരോഗ്യ സ്ഥാപനം കൊണ്ടുവരാനോ എയിംസ് പോലുള്ള സ്ഥാപനം കൊണ്ടുവരാനോ ഒന്നും കഴിയാത്തവരാണ് നിങ്ങൾ. എന്ത് ന്യായമാണ് നിങ്ങൾ പറയുന്നറിയില്ല. പ്രിയപ്പെട്ട ബിനോയ് വിശ്വമാഷെ, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, തള്ളിമറിക്കരുത്. തള്ളുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളാരും തിരുവനന്തപുരത്തിന് തിരിഞ്ഞു നോക്കിയാത്തവരാണ്. നിങ്ങളെല്ലാവരും താങ്കൾ കോഴിക്കോടുകാരനാണ്. ഒരുപാട് പേര് തിരുവനന്തപുരത്ത് വന്ന് അങ്ങ് അർമാദിച്ച് താമസിച്ച് പോകുന്നുണ്ട്. ഇവിടെ കിടക്കുന്ന കുറേ പാവപ്പെട്ട ആളുകളുണ്ട്. അവർ ചേരിയിലും അവിടെ ഇവിടെയൊക്കെ താമസിച്ച് പാവങ്ങളെപ്പോലെ 10 രൂപ ദോശയും മാച്ച് കഴിച്ച് ഒരു ഓംലെറ്റും മാച്ച് കഴിച്ച് പാവങ്ങളെപ്പോലെ കഴിയുകയാണ്. നിങ്ങൾ തിരുവനന്തപുരത്തെ കാണുന്നില്ല. തിരുവനന്തപുരത്തിൻ്റെ സമഗ്ര വികസനത്തിന് ബാംഗ്ലൂരും ഹൈദരാബാദും ഡൽഹിയും ചെന്നൈയും കൽക്കട്ടയും മുംബൈയും അടക്കമുള്ള രാജ്യത്തെ വലിയ നഗരങ്ങൾ എല്ലാം, ഡൽഹിയുമൊക്കെ അമ്പരചുംബികളായ വികസനം നടത്തുമ്പോൾ, കെട്ടിടമല്ല ഞാൻ പറയുന്നത്, വികസനത്തിലേക്ക് പോകുമ്പോൾ എന്തിന് എറണാകുളത്തിൻ്റെയോ കോഴിക്കോടിൻ്റെ അത്രയെങ്കിലും തിരുവനന്തപുരത്ത് വികസിപ്പിക്കാൻ നിങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. ഒന്നും ചെയ്തില്ലെങ്കിലും സാരമില്ല, ശവത്തിൽ കുത്തി അവഹേളിക്കരുത്.